ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെൻ്റെ മേൽ കാര്യമില്ല, ശാപത്തിനെൻ്റെ മേൽ ജയവുമില്ല. ക്രൂശിലനേശു അതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലനേശു ജയാളിയായതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലനേശു ജയാളിയായതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. റോമർ 14 അതിൻ്റെ 17-18 വചനങ്ങൾ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നാം താമസിക്കുന്ന രാജ്യത്തിൽ താമസിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗം കൂടെയാകുകയാണ്. ദൈവരാജ്യം കാണപ്പെടുന്ന രാജ്യമല്ല, കാണാത്ത അദൃശ്യ രാജ്യമാണ്. ദൈവരാജ്യത്തിലെ രാജാവാരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നാം ആകുകയാണ്. നാം ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നാം ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് തന്നെ അതനുസരിക്കണം എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണെങ്കിൽ, ഇന്ത്യയിൽ നാം ജീവിക്കുമ്പോൾ ദൈവമക്കൾ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും അനുസരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കണം. ദൈവരാജ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ക്രിസ്തു ഭരിക്കുന്ന രാജ്യമാണ്. ഏത് സാഹചര്യങ്ങളും അത് എന്താണ്, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്താണ്? അത് സന്തോഷമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളും സന്തോഷിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഏത് വിഷയത്തിൻ്റെ മുഖത്തും സന്തോഷിക്കാൻ കഴിയും. കാര്യം ആ രാജ്യത്തിലെ രാജാവ് ആ പ്രജകൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി, യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ജയാളികളാക്കി തീർക്കാൻ, സന്തോഷം പകരാൻ യേശു ക്രിസ്തു കാൽവറി യാഗമായി. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ, യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ പിതാവിൻ്റെ അടുത്ത് പോയി പരിശുദ്ധാത്മാവിനെ തരുന്നു. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൂട്ടിനായി തരുന്നു. പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ നമ്മോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കൂടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. നാം ഇന്ത്യയിൽ പാർക്കുമ്പോൾ തന്നെ, ഇന്ത്യൻ പൗരനായി തുടരുമ്പോൾ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട, ഇന്ത്യൻ രാജ്യത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പൗരനായി നാം തീരും. കാര്യം നാം ദൈവരാജ്യത്തിൻ്റെ അംഗമായി. നാം എല്ലാവരും നീതിയും സമാധാനവും. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവരാജ്യം ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണമോ പാനീയമോ അല്ല. പിന്നെന്താണ്? നീതിയും സമാധാനം. എവിടെ നീതിയുണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്. നീതിയും സമാധാനവും, വലിയ സമാധാനം. ഇത് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാനമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ തന്നെ
അദ്ദേഹം സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അധിപൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. സമാധാനം അവിടെ വ്യാസിക്കും. അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടാകും. അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. അപ്പോൾ തന്നെ നിത്യപിതാവാണ് യേശു ക്രിസ്തു. അപ്പോൾ തന്നെ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആര് യേശുവിനെ സ്വീകരിക്കുന്നോ അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം കൂടെ ഇരുന്ന് അവരെ ദൈവവചനത്തിൽ വഴി നടത്തി അവർ സമാധാനം അനുഭവിക്കുന്നവരായി, സന്തോഷം അനുഭവിക്കുന്നവരായി, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി തീരും. എന്നിട്ട് പറയണം, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ എന്തു ചെയ്യുകയാണ്? അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി മാറുകയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ഇത് മൂന്നും കൂടെ ഒന്നിച്ചു പോകണം. മനുഷ്യരെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാണപ്പെടുന്ന മനുഷ്യരെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ, ദൈവരാജ്യത്തിലുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലർത്ഥമില്ല. അപ്പോൾ അവിടെ പറയുകയാണ് 3 കാര്യങ്ങളാണ്. ക്രിസ്തുവിനെ സേവിക്കുക, 1 ക്രിസ്തുവിനെ സ്നേഹിക്കുക, സേവിക്കുക, 2 ദൈവത്തെ പ്രസാദിപ്പിക്കുക. നാം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാകുന്ന വ്യക്തികളായി തീരുകയാണ്. നമ്മുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, ദൈവരാജ്യത്തെങ്കിലേ പ്രവേശിക്കുമ്പോൾ, അന്ന് വരെ അവർ കുടുംബത്തിൽ തകർച്ചയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, ശത്രുവിനെ കൂടെ സ്നേഹിക്കേണ്ടതുകൊണ്ട്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവൻ അനേകരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി, സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് പറയുന്നത്, നമ്മൾ ഈ ഭാഗത്തെ ഒരു പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച്. ചിലർ സസ്യാദികളെ തിന്നുന്നു, ചിലർ മാംസം, ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടി അത് മുഖാന്തരം ഒരാൾക്ക് ഇടർച്ച വരില്ലെന്നൊക്കെ പറയുന്ന ഭാഗമാണ്. വാസ്തവമായി നാം കഴിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തിന് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നതും ദൈവത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത്. ഇനി ഭക്ഷണം കഴിച്ചില്ല, അപ്പം ഇതൊന്നും ഒരു വിഷയമേ അല്ല ദൈവരാജ്യത്തിൽ എന്ന് വ്യക്തമാക്കുന്നൊരു ഭാഗമാണ്. നമുക്ക് എന്തും കഴിക്കാം. പക്ഷേ ഒരാൾ കഴിക്കുന്ന വേറൊരാൾ കഴിക്കില്ലെന്ന് പറഞ്ഞ് അവരെ കുറ്റം വിധിക്കാൻ നമ്മളതാ പറഞ്ഞത് 13ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊണ്ടാൽ മതി. അവർ ഇന്ന ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇന്നത് കഴിക്കുന്നു, ഞാനായിട്ട് കൂടി, അങ്ങനെയൊന്നും ചിന്തിക്കാതെ മാംസം കഴിക്കേണ്ട ഒരു മാംസം കഴിക്കാം, സസ്യഭുക്കുകൾക്ക് സസ്യം കഴിക്കാം. ഇതിനൊന്നും ഇതൊന്നും നോ എന്ന് പറയുന്നില്ല. ഇതെല്ലാം ദൈവത്താൽ ഉളവാക്കപ്പെട്ടതാണ്. അതെല്ലാം മനുഷ്യന് അനുഭവിക്കാൻ പറ്റും. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയാണ്, ഇത് ഭക്ഷണമൊന്നുമല്ല, ഇത് പാനീയമല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് രാജ്യത്തിൽ അംഗങ്ങളാകുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം എന്നാന്നുള്ളതല്ല. പക്ഷേ അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. എന്ത് കഴിച്ചാലും സന്തോഷത്തോടെ, എന്ത് ചെയ്താലും സന്തോഷത്തോടെ. അത് നമ്മൾ ക്രിസ്തുവിനെ സേവിക്കുമ്പം തന്നെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ തന്നെ മനുഷ്യർക്ക് കൊള്ളാവുന്ന ആളോടായി മാറും. മനുഷ്യർക്ക് കൊള്ളാത്ത ആ ഒരു വ്യക്തി ദൈവത്തെ സേവിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ ദൈവരാജ്യത്തിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ അംഗമാണെങ്കിൽ, ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തിയാണെങ്കിൽ, ഞാൻ മറ്റുള്ളവരെയും മനുഷ്യർക്കും കൊള്ളാകുന്നവനാണോ എന്നുള്ളത് ചിന്തിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അനേകർക്ക് പ്രയോജനകരമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. പിതാവേ, പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് യേശു ക്രിസ്തു മുഖാന്തരം യേശുവിനെ സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ആ നീതിയുടെ രാജ്യത്തിൽ, സമാധാനത്തിൻ്റെ രാജ്യത്തിൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. അപ്പോൾ തന്നെ ഇന്ന് രാജ്യത്തിൽ വസിക്കുന്നവർ കൂടുതൽ
പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കൂടുതൽ ദൈവിക സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഓരോ പ്രിയപ്പെട്ടവരുടെ ആകട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവരാകും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും, അപ്പോൾ തന്നെ മനുഷ്യർക്ക് കൊള്ളാകുന്ന വ്യക്തികളാക്കിയും പരിശുദ്ധാത്മാവ് ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിന് അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ.